ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. 2 ഗ്ലാസ്സിൽ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി കുതിർത്ത് വെക്കണം. ഇപ്പോൾ നന്നായി കഴുകിയിട്ട് വരാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് കുതിർത്ത് വെക്കാം. ഒരു 4-5 മണിക്കൂർ കുതിരാൻ വേണ്ടി വയ്ക്കണം. ഇത് അടച്ച് വെച്ചിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൈകുന്നേരമായി, ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുതിർത്ത അരി നമുക്ക് അരക്കാൻ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം അരി അളന്ന അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് തേങ്ങ കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കണം. നന്നായി അരച്ചെടുത്തതിന് ശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ അവിൽ എടുത്തിട്ടുണ്ട്. ഞാനെടുത്തത് മട്ട അരിയുടെ കളറുള്ള അവിലാണ്. വെള്ള അവിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അവിൽ കൂടി ചേർത്ത് കൊടുത്ത് ഒരല്പം വെള്ളമൊഴിച്ച് ഒന്ന് നന്നായി അരച്ചെടുക്കാം. നല്ല മിനുസത്തിൽ, അതുപോലെ നന്നായി അരച്ചെടുക്കണം. അപ്പോൾ 2 തവണയായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ചോറും അതുപോലെ 1 ഗ്ലാസ് അവിലും കൂടി ചേർത്തിട്ട് ഉപ്പും ചേർത്ത് അരച്ചെടുത്തതാണിത്. ഇതിനി നമുക്കിതിന്ന് ഒരു 6 മണിക്കൂർ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാരണം നാളെ രാവിലെയാണ് ചുടുന്നതെങ്കിൽ വൈകുന്നേരം അരച്ച് വെച്ചാൽ നമുക്ക് രാവിലത്തേക്ക് ചുടാനുള്ള പാകത്തിനായി കിട്ടും. ഈ വൈകുന്നേരമാണെങ്കിൽ ഇത് രാവിലെ അരച്ച് വെക്കണം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. നല്ല സോഫ്റ്റായൊരു ദോശയായി കിട്ടും. അപ്പോൾ ഇത് രാവിലെ ഞാൻ തുറന്ന് നോക്കുന്ന സമയമാണ്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും 1 പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ ദോശക്കൂട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഇതിനൊരു ടേസ്റ്റിന് മാറ്റമുണ്ടാവും. കാരണം ഈ ഉഴുന്നുപരിപ്പും കടുകും ഒക്കെ ചേർന്നത് കൊണ്ട് തന്നെ ചെറിയൊരു എരിവിന് വേണ്ടിയാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തത്. ഇനി ഞാനൊരു ചീനച്ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ദോശക്കല്ലിലും ചുട്ടെടുക്കാവുന്നതാണ്. ഇത് ചെറിയ അധികം കുഴിയില്ലാത്ത ഒരു ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഒരല്പം എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഒരു 2 കയ്യിൽ കോരി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായി പൊങ്ങി കുമിളകളൊക്കെ വന്നിട്ട് കാണുന്നില്ലേ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗവും കൂടി മൊരിഞ്ഞതിന് ശേഷം വാങ്ങി ഉപയോഗിക്കാം. അതുപോലെ ബാക്കിയുള്ള ദോശകളും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് എന്ത് കറിയും കൂട്ടി കഴിക്കാം. ചമ്മന്തിയോ അതുപോലെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ സാമ്പാർ, അങ്ങനെ എന്തും ടേസ്റ്റ് ഉണ്ടാകും. സാമ്പാറാകുമ്പോൾ കുറച്ചധികം ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതുപോലെ ചുട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ എല്ലാ ദിവസവും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും അതുപോലെ ഷെയറും ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം. കാണുന്നില്ല, ഇത് നല്ല പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റും കൂടിയാണ്. നല്ല ബണ്ണ് പോലെ തന്നെ ഉണ്ടാവും. ഇതിന് ബൺ ദോശയെന്ന് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.